നെക്സ്റ്റ് ആണ് ഡാറ്റാബേസ് സിസ്റ്റം കൺസെപ്റ്റ് ആൻഡ് ആർക്കിടെക്ചർ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഡാറ്റാബേസ് കോൺസെപ്റ്റുകളാണ് ഫസ്റ്റ് പറയാൻ പോകുന്നത്. അതായത് എന്താണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ, എന്താണ് ഡാറ്റ മോഡൽ, ഏതൊക്കെ ടൈപ്പ് ഡാറ്റ മോഡൽസ് ആണ് ഉള്ളത്, സ്കീമ എന്താണ്, ഇൻസ്റ്റൻസ് എന്താണ് ഡാറ്റാബേസ് സ്റ്റേറ്റ്. പിന്നെ അതേപോലെ ആർക്കിടെക്ചർ പറയുമ്പോൾ അവിടെ നമ്മൾ 3 സ്കീമ ആർക്കിടെക്ചറും പറയും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എന്താണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്താണ്. അപ്പോൾ നമ്മൾ ആൾറെഡി ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്താണെന്ന് പറഞ്ഞതാണ് അല്ലേ. ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്യുന്നതാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡാറ്റാബേസ് അപ്രോച്ചിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്കാണ് എന്ത് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് നമ്മുടെ ഈ എങ്ങനെയാണ് ഡാറ്റ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട്, അതായത് ഹൈഡ് ചെയ്തുകൊണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നതാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ്, പിന്നിൽ എന്തൊക്കെ നടക്കുന്നു, എങ്ങനെ ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നു, എങ്ങനെയാണ് ഡാറ്റ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്, എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ സപ്രസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് എസെൻഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ്, നമുക്ക് ഡാറ്റ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എസെൻഷ്യൽ ഫീച്ചേഴ്സ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാറ്റ മോഡൽ അല്ലേ. ഡാറ്റ അബ്സ്ട്രാക്ഷൻ പറയുമ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഡാറ്റ മോഡൽ. ഇപ്പോൾ ഡാറ്റ മോഡൽ എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഓഫ് അബ്സ്ട്രാക്ഷൻ ആണ്. ഓക്കെ, ഇപ്പോൾ ഡാറ്റ മോഡൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് കൺസെപ്റ്റ്സ്. കുറേ കൺസെപ്റ്റുകൾ ചേർന്നതാണ് ഡാറ്റ മോഡൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റാബേസിൻ്റെ സ്ട്രക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഓക്കെ, so it provides the necessary means to achieve this data abstraction. Okay, so it is a collection of concepts that can be used to describe the database structure and provides the necessary means to achieve this abstraction. Okay, so adana data model nu parnu kaniyalle. So data model is a type of data abstraction. Okay, appo data model nu parna collection of എന്താ പറഞ്ഞ കോൺസെപ്റ്റുകളാണെന്ന് പറഞ്ഞു അല്ലേ. സോ കുറേ ടൈപ്പ് ഡാറ്റ മോഡൽസ് ഉണ്ട്. സോ ഫസ്റ്റ് ടൈപ്പാണ് ഹൈ ലെവൽ ഡാറ്റ മോഡൽ. ഹൈ ലെവൽ അല്ലെങ്കിൽ കൺസെപ്ച്വൽ ഡാറ്റ മോഡൽ എന്ന് പറയും. ഓക്കെ, സോ ഹൈ ലെവൽ ഓർ കൺസെപ്ച്വൽ ഡാറ്റ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് കുറച്ച് കൺസെപ്റ്റുകളാണ്. ഓക്കെ, ദാറ്റ് ആർ വെരി ക്ലോസ് ടു ദി വേ മെനി യൂസേഴ്സ് പെർസീവ് ഡാറ്റ. സോ ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എത്രത്തോളം ഡാറ്റ പെർസീവ് ചെയ്യാൻ പറ്റുന്നു അത്രയും ക്ലോസ്ഡ് ആയിട്ട് ഉള്ള കുറേ കൺസെപ്റ്റുകളാണ് ഈ കൺസെപ്ച്വൽ ഡാറ്റ മോഡൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സെക്കൻഡ് ടൈപ്പാണ് ലോ ലെവൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഡാറ്റ മോഡൽ എന്ന് പറയും. ഓക്കെ, ലോ ലെവൽ ഓർ ഫിസിക്കൽ ഡാറ്റ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, കമ്പ്യൂട്ടർ സ്റ്റോറേജ് മീഡിയയിൽ ഡാറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രൈബ് ചെയ്യുന്ന കുറേ കോൺസെപ്റ്റുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ലോ ലെവൽ ഡാറ്റ മോഡൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഹൈ ലെവൽ ഡാറ്റ മോഡൽ എന്ത് കോൺസെപ്റ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, യൂസേഴ്സ് ഡാറ്റ എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത്, ഏതൊക്കെ വേസിലാണ് ഡാറ്റാസ് പെർസീവ് ചെയ്യണത് എന്നുള്ള കാര്യങ്ങളാണ് ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് ഹൈ ലെവൽ ഡാറ്റ മോഡൽ അല്ലെങ്കിൽ കൺസെപ്ച്വൽ ഡാറ്റ മോഡൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഡാറ്റ മോഡൽ ലോ ലെവൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഡാറ്റ മോഡൽ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്, എങ്ങനെയാണ് ഡാറ്റ കമ്പ്യൂട്ടർ സ്റ്റോറേജ് മീഡിയയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ലോ ലെവൽ ഫിസിക്കൽ ഡാറ്റ മോഡൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ആൻഡ് തേർഡ് ടൈപ്പ് ഡാറ്റ മോഡലാണ് റെപ്രസെൻറ്റേഷണൽ ഓർ ഇംപ്ലിമെൻറ്റേഷണൽ ഡാറ്റ മോഡൽ. ഓക്കെ, റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ ഡാറ്റ മോഡൽ ഇംപ്ലിമെൻറ്റേഷൻ ആണല്ലേ. സോ എൻ്റെ യൂസേഴ്സിന് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന കോൺസെപ്റ്റുകളാണ് ഈ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷണൽ ഡാറ്റ മോഡൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. Okay, so high level data model or conceptual data model, low level or physical data model and representational or implementational data model. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞു കൺസെപ്ച്വൽ ഡാറ്റ മോഡൽ അല്ലെങ്കിൽ ഹൈ ലെവൽ ഡാറ്റ മോഡൽ എന്ന് പറഞ്ഞു. ഈ ഹൈ ലെവൽ ഡാറ്റ മോഡൽ കുറേ കോൺസെപ്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് എൻറ്റിറ്റീസ്, അതേപോലെ തന്നെ ആട്രിബ്യൂട്ട്സ്, അതേപോലെ തന്നെ റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ് ഡാറ്റ മോഡൽ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റുകളാണ് എൻറ്റിറ്റീസ്, ആട്രിബ്യൂട്ട്സ്, റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഏതൊരു റിയൽ വേൾഡ് ഒബ്ജക്റ്റിന് നമുക്ക് എൻറ്റിറ്റി എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ ഓരോ സ്റ്റുഡൻറ്റും എന്താണ്, ഓരോ എൻറ്റിറ്റികളാണ്.
ഓക്കെ, സോ എൻറ്റിറ്റി റെപ്രസെൻറ്റ് റിയൽ വേൾഡ് ഒബ്ജക്റ്റ് ഓർ കോൺസെപ്റ്റ്. ഓക്കെ, ഒരു ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയി എൻറ്റിറ്റിയാണ്, ഒരു പ്രൊജക്റ്റ് ഒരു എൻറ്റിറ്റിയാണ്, അതേപോലെ നിങ്ങളുടെ ക്ലാസ്സിൽ ഓരോ സ്റ്റുഡൻറ്റും ഓരോ എൻറ്റിറ്റിയാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ആട്രിബ്യൂട്ട്. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന റെപ്രസെൻറ്റ് ചെയ്യുന്ന ചില പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പോൾ എന്താണ്, ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് എടുത്തു കഴിഞ്ഞാൽ, നിങ്ങളുടെ ക്ലാസ്സിലൊരു സ്റ്റുഡൻറ്റിനെ എടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റുഡൻറ്റ് കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ ആ സ്റ്റുഡൻറ്റിൻ്റെ പേര് റാം എന്നാണ്. അങ്ങനെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റുഡൻറ്റിൻ്റെ പേര്, സ്റ്റുഡൻറ്റിൻ്റെ CGPA, ഇതൊക്കെ എന്താണ്, ആട്രിബ്യൂട്ടാണ്. സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു എൻറ്റിറ്റിയാണ്. ആ സ്റ്റുഡൻറ്റിൻ്റെ നെയിം, റോൾ നമ്പർ, രജിസ്റ്റർ നമ്പറോ അങ്ങനെ എന്താ വെച്ചാൽ മാർക്കോ, CGPA, അതൊക്കെ എന്താണ്, അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ്. നെക്സ്റ്റ് റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രണ്ടോ രണ്ടിൽ കൂടുതലോ എൻറ്റിറ്റികൾ തമ്മിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു അസോസിയേഷനെയാണ്. അതായത് എൻറ്റിറ്റീസ് തമ്മിലുള്ള ഒരു അസോസിയേഷനെയാണ് നമ്മൾ എന്ത് പറയണത്, റിലേഷൻഷിപ്പ് എന്ന് പറയണത്. ഓക്കെ, ഇപ്പോൾ എന്ത് പറയുകയാണ്, നിങ്ങളും നിങ്ങളുടെ സബ്ജക്റ്റും അത് തമ്മിൽ എന്താണ്, ഒരു സ്റ്റഡിങ് റിലേഷൻഷിപ്പാണ് അല്ലേ. സ്റ്റുഡൻറ്റും നിങ്ങളുടെ സിലബസും എന്താണ്, നിങ്ങളുടെ സബ്ജക്റ്റും എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊജക്റ്റും എന്താണ്, ഒരു റിസർച്ച് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഒരു കണ്ടുപിടുത്തമാണ് അല്ലേ, അല്ലെങ്കിൽ ഒരു വർക്ക് റിലേഷൻഷിപ്പാണ്, വർക്ക് ഓൺ റിലേഷൻഷിപ്പാണ്. അപ്പോൾ അതാണ്, ഒന്നിൽ കൂടുതൽ എൻറ്റിറ്റീസ് തമ്മിലുള്ള ഒരു അസോസിയേഷനെയാണ് നമ്മൾ പറയുക റിലേഷൻഷിപ്പ് എന്ന് പറയുക. സോ എനി റിയൽ വേൾഡ് ഒബ്ജക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, എൻറ്റിറ്റി. ആൻഡ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദാറ്റ് എൻറ്റിറ്റി ഈസ് കോൾഡ് ആട്രിബ്യൂട്ട്സ്. ആൻഡ് ദ അസോസിയേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ എൻറ്റിറ്റീസ് ആർ കോൾഡ് റിലേഷൻഷിപ്പ്. ഓക്കെ, ഇനി പിന്നെ നമ്മൾ ഫിസിക്കൽ മോഡൽ അല്ലെങ്കിൽ ലോ ലെവൽ ഡാറ്റ മോഡൽ പറഞ്ഞു, എങ്ങനെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഫിസിക്കൽ മോഡൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ ഡാറ്റ മോഡൽ എന്താണ്, ഫ്രീക്വൻ്റ്ലി, അതായത് നമ്മൾ കമേഴ്ഷ്യൽ ഡാറ്റാബേസ് DBMSൽ യൂസ് ചെയ്യുന്ന, അതായത് ട്രഡീഷണൽ കമേഴ്ഷ്യൽ DBMSൽ ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് ഈ റെപ്രസെൻറ്റേഷണൽ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷണൽ ഡാറ്റ മോഡൽ എന്ന് പറയുന്നത്. അതായത് റിലേഷണൽ ഡാറ്റ മോഡൽ യൂസ് ചെയ്യും, അതുപോലെ നെറ്റ്വർക്ക് ഡാറ്റ മോഡൽ യൂസ് ചെയ്യും, അതേപോലെ തന്നെ ഹൈറാർക്കിക്കൽ ഡാറ്റ മോഡലൊക്കെയാണ് ഇതിനുള്ള എക്സാമ്പിൾ, റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ ഡാറ്റ മോഡലിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, സോ ഞാൻ പറഞ്ഞു ഡാറ്റാബേസ് സിസ്റ്റം കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു. അതിൽ ഡാറ്റാബേസ് അപ്രോച്ച്, ഏതൊരു ഡാറ്റാബേസ് അപ്രോച്ചിൻ്റെയും ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡാറ്റ അബ്സ്ട്രാക്ഷനാണ്. അതായത് എങ്ങനെ ഡാറ്റ ഓർഗനൈസ് ചെയ്തു, അതിൻ്റെ സ്റ്റോറേജ് ഒക്കെ എങ്ങനെയാണ്, എവിടെയാണ് സ്റ്റോർ ചെയ്യണം എന്നുള്ളതൊക്കെ സപ്രസ് ചെയ്ത് വെച്ചിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നതിനെയാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡാറ്റ മോഡൽ ഈസ് എ ടൈപ്പ് ഓഫ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ അല്ലേ. കുറേ കൺസെപ്റ്റുകളുടെ കളക്ഷൻ ഓഫ് കൺസെപ്റ്റ് ആണ് ഡാറ്റ മോഡൽ. സോ 3 ടൈപ്സ് ആണ് കോൺസെപ്റ്റുകളുള്ളത്, ഹൈ ലെവൽ, ലോ ലെവൽ ആൻഡ് റെപ്രസെൻറ്റേഷണൽ. ഹൈ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എൻറ്റിറ്റീസ്, ആട്രിബ്യൂട്ട്സ്, റിലേഷൻഷിപ്പ്. ലോ ലെവൽ എന്ന് പറയുമ്പോൾ എങ്ങനെ ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നു, സ്റ്റോറേജ് മീഡിയയിൽ, കമ്പ്യൂട്ടർ സ്റ്റോറേജ് മീഡിയയിൽ. റെപ്രസെൻറ്റേഷണൽ എന്ന് പറയുമ്പോൾ യൂസറിന് പെട്ടെന്ന് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കൺസെപ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുകയാണ് റിലേഷണൽ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷണൽ. അതിന് എക്സാമ്പിളാണ് റിലേഷണൽ ഡാറ്റ മോഡൽ, നെറ്റ്വർക്ക് ഡാറ്റ മോഡൽ, ഹൈറാർക്കിക്കൽ ഡാറ്റ മോഡൽ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡാറ്റാബേസിൽ ഡാറ്റ മോഡലുകളൊക്കെ പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ ഡാറ്റാബേസിൽ പറയുന്ന മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ഡാറ്റാബേസ് സ്കീമ, അതേപോലെ തന്നെ ഡാറ്റാബേസ് സ്റ്റേറ്റും. ഇപ്പോൾ ഡാറ്റാബേസ് സ്കീമ ആൻഡ് ഡാറ്റാബേസ് സ്റ്റേറ്റ്, അതുപോലെ അതിൻ്റെ ഇൻസ്റ്റൻസും, സ്കീമ, ഇൻസ്റ്റൻസ് ആൻഡ് ഡാറ്റാബേസ് സ്റ്റേറ്റ്. ഓക്കെ, സോ എന്താണ് സ്കീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റാബേസിൻ്റെ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ഡാറ്റാബേസ് ഈസ് കോൾഡ് ഡാറ്റാബേസ് സ്കീമ. ഓക്കെ, ഡാറ്റാബേസിൻ്റെ ഡിസ്ക്രിപ്ഷനെയാണ് നമ്മൾ ഡാറ്റാബേസ് സ്കീമ എന്ന് പറയുക. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴായിരിക്കും ഈ സ്കീമ ക്രിയേറ്റ് ആവുന്നുണ്ടാവുക, ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യുന്ന സമയത്താണ് സ്കീമ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഈ സ്കീമ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ എപ്പോഴാണോ ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യുന്നത് അപ്പോഴാണ് നമ്മൾ ഈ സ്കീമ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ വ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്പ്ലേഡ് സ്കീമയെ പറയുന്ന പേരാണ് സ്കീമ ഡയഗ്രാം എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ ഡാറ്റാബേസിൻ്റെ ഡിസ്ക്രിപ്ഷനെയാണ് ഡാറ്റാബേസ് സ്കീമ എന്ന് പറയുക. എപ്പോഴാണോ ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യുന്നത് അപ്പോഴാണ് സ്കീമ സ്പെസിഫൈ ചെയ്യുന്നത്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വിസിബിൾ ആയിട്ടുള്ള സ്കീമയാണ് നമ്മൾ എന്ത് പറയുക, സ്കീമ ഡയഗ്രാം എന്ന് പറയുക. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞൊരു സ്കീം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ റോൾ നമ്പർ, സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ, അതുപോലെ സ്റ്റുഡൻറ്റിൻ്റെ നെയിം, രജിസ്റ്റർ നമ്പർ, CGPA, ഇതൊരു സ്കീമയാണ്, ഇതൊരു സ്കീമ ഡയഗ്രാമാണ്. സോ ഓക്കെ, സോ ദ ഡിസ്പ്ലേഡ് സ്കീമ ഈസ് കോൾഡ്
സ്കീമ ഡയഗ്രാം. അതേപോലെ കോഴ്സ് എടുക്കുകയാണ്. കോഴ്സ് എടുക്കുമ്പോൾ നമ്മൾ കോഴ്സിൻ്റെ നെയിം പറഞ്ഞു അല്ലേ, കോഴ്സിൻ്റെ നെയിം, കോഴ്സിൻ്റെ നമ്പർ, അതേപോലെ എത്ര അവേഴ്സ് ഉണ്ട്, എത്ര ക്രെഡിറ്റ് അവേഴ്സ് ഉണ്ട്, അതേപോലെ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്, അങ്ങനത്തെ കാര്യം. അപ്പോൾ ഇതൊക്കെ എന്താണ്, സ്കീമ ഡയഗ്രാം എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ സ്കീമ ഡയഗ്രാം ഓൺലി എന്തുമാത്രമാണ്, ചില ആസ്പെക്റ്റുകൾ മാത്രം, സ്കീമയുടെ ചില ആസ്പെക്റ്റുകൾ മാത്രമേ സ്പെസിഫൈ ചെയ്യുള്ളൂ. അതായത് ഏത് ടൈപ്പ് റെക്കോർഡുകളാണ്, അതേപോലെ തന്നെ ഏതൊക്കെ ഡാറ്റ ഐറ്റംസ് ആണ്, എന്തൊക്കെ കൺസ്ട്രെയിൻസ് ആണ് എന്നുള്ള കാര്യങ്ങൾ മാത്രം. ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ചില ആസ്പെക്റ്റുകൾ മാത്രം, സ്കീമയുടെ ചില ആസ്പെക്റ്റുകൾ മാത്രമാണ് സ്കീമ ഡയഗ്രാം ഡിസ്പ്ലേ ചെയ്യുക. Okay, so schema diagram displays only some aspect of schema. Okay, that is it displays only the name of record type, data item, some constraints, etc. ഓക്കെ, അപ്പോൾ സ്കീമ നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാം, പെട്ടെന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സ്കീമ നമ്മൾ ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യുന്ന സമയത്താണ് നമ്മൾ സ്കീമയും ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ അതിനകത്തുള്ള കണ്ടൻസ്, ഇപ്പോൾ ഇത് എന്താണ് റോൾ നമ്പർ, ഇത് ഏത് റോൾ നമ്പർ വേണമെങ്കിലും വരാം അല്ലേ. സോ നമുക്ക് ആക്ച്വൽ ഡാറ്റാബേസിനകത്തുള്ള ആക്ച്വൽ ഡാറ്റ എന്ത് ചെയ്യും, ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യും. സ്കീമ ഫ്രീക്വൻ്റ് ആയി ചേഞ്ച് ചെയ്യില്ല, പക്ഷേ ഡാറ്റാബേസിനകത്തുള്ള ആക്ച്വൽ ഡാറ്റ ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യും. ഓക്കെ, സോ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ ഡാറ്റാബേസിലുള്ള ഡാറ്റയെ പറയുന്നതാണ് ഡാറ്റാബേസ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ സ്നാപ്ഷോട്ട് എന്ന് പറയും. ഇപ്പോൾ ഡാറ്റാബേസിൽ എന്താണോ ഡാറ്റ, അതാണ് ഡാറ്റാബേസ് സ്റ്റേറ്റ്. കറൻറ്റ് ഡാറ്റ ഇൻ ദി ഡാറ്റാബേസ് ഈസ് കോൾഡ് ഡാറ്റാബേസ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ സ്നാപ്ഷോട്ട് എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് കോൾഡ് ഇൻസ്റ്റൻസസ്. ഓക്കെ, ഒക്കറൻസസ് ഓർ ഇൻസ്റ്റൻസസ് എന്ന് പറയും. It is also called the current set of occurrences or instances. So the data present in the database currently, അല്ലെങ്കിൽ particular moment is called database state or snapshot, or it is also called the current set of occurrences or instances. Okay. So ഇപ്പം ഞാൻ പറഞ്ഞു ഡാറ്റാബേസ് സ്റ്റേറ്റ് എന്നല്ലേ. അങ്ങനെയാണെങ്കിൽ ഡാറ്റാബേസ് സ്കീമയും ഡാറ്റാബേസ് സ്റ്റേറ്റും തമ്മിൽ എന്താണ് വ്യത്യാസം? ഡാറ്റാബേസ് സ്കീമ അതുപോലെ ഡാറ്റാബേസ് സ്റ്റേറ്റ്. ഓക്കെ, ഡാറ്റാബേസ് സ്കീമയും ഡാറ്റാബേസ് സ്റ്റേറ്റും. ഇപ്പോൾ ഒരു എപ്പോഴാണ് ഡാറ്റാബേസ് സ്കീമ ജനറേറ്റ് ആവണത്? ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യുമ്പോഴാണ് അല്ലേ. ഓക്കെ, അപ്പോൾ കറൻ്റ്ലി ഡാറ്റാബേസിനകത്തുള്ള കണ്ടൻസ് എന്തായിരിക്കും? എം ടി ആയിരിക്കും. ഒരു ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലി ഡാറ്റാബേസിൽ ഒന്നും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യുന്ന സമയത്താണ് ഡാറ്റാബേസ് സ്കീമ സ്പെസിഫൈ ചെയ്യുന്നത് അല്ലേ. ആ സമയത്ത് ഡാറ്റാബേസിൻ്റെ കണ്ടൻസ് എന്താണ്? എം ടി ആണ്. സോ വെൻ വി ഡിഫൈൻ എ ന്യൂ ഡാറ്റാബേസ്, ദ കറസ്പോണ്ടിങ് ഡാറ്റാബേസ് സ്റ്റേറ്റ് ഈസ് empty, that is no data in the database. ഓക്കെ, അപ്പോൾ ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഡാറ്റാബേസിലുള്ള കണ്ടൻസ് എം ടി ആണ്. സോ എം ടി സ്റ്റേറ്റ് ആയിരിക്കും. സോ ആദ്യമായിട്ട് നമ്മൾ ഡാറ്റാബേസിലേക്ക് ഡാറ്റ ലോഡ് ചെയ്യുന്ന സമയത്താണ് ഇനീഷ്യലായിട്ടുള്ള ഡാറ്റ വരുന്നത്. ഓക്കെ, സോ വി ഗെറ്റ് ദ ഇനീഷ്യൽ സ്റ്റേറ്റ് ഓഫ് ഡാറ്റാബേസ് വെൻ ദ ഡാറ്റാബേസ് ഈസ് ഫസ്റ്റ് പോപ്പുലേറ്റഡ് ഓർ ലോഡഡ് വിത്ത് ഇനീഷ്യൽ ഡാറ്റ. സോ ഡാറ്റാബേസിലേക്ക് നമ്മൾ ആദ്യമായിട്ട് ഒരു ഡാറ്റ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരുന്നു? ഇനീഷ്യൽ ഡാറ്റ അതിലേക്ക് ആഡ് ആവുന്നു. ഓക്കെ, അപ്പോൾ ഏതൊരു സമയത്തും ഡാറ്റാബേസിൽ വരുന്ന കണ്ടൻസ് എന്താണ്? അതാണ് അതിൻ്റെ കറൻറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഒന്നുമില്ല. സോ അത് ആ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എം ടി ആയിരിക്കും. ദെൻ ഒരു ഫസ്റ്റ് ഇനീഷ്യൽ ഡാറ്റ ലോഡ് ചെയ്തു, അപ്പോൾ ഡാറ്റാബേസിൽ എന്തോ കണ്ടൻസ് ഉണ്ട്. അപ്പോൾ നോക്കുമ്പോൾ വരുന്ന ഡാറ്റ ആ കറൻറ്റ് സ്റ്റേറ്റ് അല്ലേ. അപ്പോൾ വാലിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? A valid state is a state that specifies the structure and constraints specified in the schema. സോ നമ്മുടെ സ്കീമയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, കൺസ്ട്രെയിൻസ് ഒക്കെ സ്പെസിഫൈ ചെയ്യുന്നുള്ളത്. സോ ഒരു വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ ആ ഡാറ്റാബേസിനകത്ത് എന്തെങ്കിലും ഒരു കണ്ടൻസ് ഉണ്ടാവണം. വാലിഡ് അല്ലാതെ എപ്പോഴാവുക? ഇനീഷ്യൽ സ്റ്റേറ്റിൽ ഒന്നും ഉണ്ടാവില്ല കണ്ടൻസ്. ഓക്കെ, സോ ദ DBMS സ്റ്റോർ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് സ്കീമ കൺസ്ട്രക്ട്സ് ആൻഡ് കൺസ്ട്രെയിൻസ്. സോ ഈ കൺസ്ട്രക്ട്സും അതേപോലെ കൺസ്ട്രെയിൻസും ഒക്കെ സേവ് ചെയ്യുന്ന ഏരിയനെ പറയുന്നതാണ് എന്ത്? കാറ്റലോഗ് അല്ലേ, അതായത് മെറ്റാഡാറ്റ. ഓക്കെ, സോ ഡാറ്റ അബൌട്ട് മെറ്റാഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? കാറ്റലോഗിലായിരിക്കും. ഓക്കെ, അപ്പോൾ സ്കീമ കൺസ്ട്രക്റ്റും കൺസ്ട്രെയിൻസും എല്ലാം സേവ് ചെയ്ത് വെക്കുന്ന ഏരിയയാണ്. അതിനെയാണ് നമ്മൾ മെറ്റാഡാറ്റ എന്ന് പറയുക. അത് സ്റ്റോർ ചെയ്യുന്നത് DBMS കാറ്റലോഗിലായിരിക്കും. സോ നമുക്ക് സ്കീമ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഡാറ്റാബേസിനുള്ള കണ്ടൻസ് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യാം.
Okay, so the schema is not supported to change frequently, but it is not uncommon. Okay, next 3 schema architecture ആണ്. ഓക്കെ, അപ്പോൾ സ്കീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് സ്പെസിഫൈ ചെയ്യുന്നതിനാണ് സ്കീമ. നമ്മളത് വിസിബിൾ ആവുന്നതിന് സ്കീമ ഡയഗ്രം എന്ന് പറയും. ചില ആസ്പെക്റ്റ് മാത്രമേ സ്കീമ ഡയഗ്രത്തിൽ സ്പെസിഫൈ ചെയ്യുള്ളൂ. ഓക്കെ, അതായത് നെയിം ഓഫ് റെക്കോർഡ് ടൈപ്പ്, ഡാറ്റ ഐറ്റം, കൺസ്ട്രെയിൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഡാറ്റാബേസ് സ്റ്റേറ്റ് എന്താണെന്നാണ്. കറൻ്റ്ലി എന്താണോ ഡാറ്റാബേസിലുള്ള കണ്ടൻറ്റ് അതാണ് ഡാറ്റാബേസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്നാപ്ഷോട്ട് അല്ലെങ്കിൽ ഒക്കറൻസ് ഓർ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. കറൻ്റ്ലി എന്താണോ ഡാറ്റാബേസിലുള്ളത് അത് വിസിബിൾ ആക്കുന്നതാണ് ഡാറ്റാബേസ് സ്റ്റേറ്റ്. ഓക്കെ, ഇനീഷ്യലി ഒന്നും ഉണ്ടാവില്ല, സോ സ്റ്റേറ്റ് എംപ്റ്റി ആയിരിക്കും. എപ്പോഴായിരിക്കും വാലിഡ് ആവുക? എന്തെങ്കിലും കണ്ടൻസ് ഉള്ളപ്പോൾ, അതായത് ഇറ്റ് സ്പെസിഫൈസ് അല്ലെങ്കിൽ ദ സ്റ്റേറ്റ് സാറ്റിസ്ഫൈസ് ദ സ്ട്രക്ചർ ആൻഡ് കൺസ്ട്രെയിൻസ് ദാറ്റ് ആർ സ്പെസിഫൈഡ് ഇൻ ദി സ്കീമ. ഓക്കെ, സോ നെക്സ്റ്റ് 3 സ്കീമ ആർക്കിടെക്ചറാണ്, അതിനെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. സോ നമ്മളിവിടെ പറഞ്ഞത് ഡാറ്റാബേസ് സിസ്റ്റം കോൺസെപ്റ്റുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഡാറ്റാബേസ് അപ്രോച്ചിൽ മെയിനായിട്ട് വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ ആണ്. എന്താണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു. അതിൽ ഡാറ്റ മോഡൽ പറഞ്ഞു. ഡാറ്റ മോഡൽ ഏതൊക്കെ ടൈപ്പ് ഡാറ്റ മോഡൽ ഉണ്ടെന്ന് പറഞ്ഞു. എൻറ്റിറ്റി എന്താണ്, ആട്രിബ്യൂട്ട് എന്താണ്, റിലേഷൻഷിപ്പ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് സ്കീമ എന്താണ്, സ്കീമ ഇൻസ്റ്റൻസ്, ഡാറ്റാബേസ് സ്റ്റേറ്റ് എന്താണെന്നുള്ളത്. സ്കീമ പറഞ്ഞ ഡാറ്റാബേസിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. ഡിസൈൻ ചെയ്യുന്ന സമയത്താണ് സ്കീമ എക്സ്പ്രസ് ചെയ്യുന്നത്. അത് വിസിബിൾ ആയിട്ടുള്ളതാണ് സ്കീമ ഡയഗ്രം എന്ന് പറയുന്നത്. അത് കുറച്ച് ആസ്പെക്റ്റ് പറയുള്ളൂ. പിന്നെ ഡാറ്റാബേസ് സ്റ്റേറ്റ് എന്താണ്, അല്ലെങ്കിൽ സ്നാപ്ഷോട്ട്, അല്ലെങ്കിൽ ഒക്കറൻസ് ഓർ ഇൻസ്റ്റൻസ് എന്താണ് ഈ സ്കീമയും സ്റ്റേറ്റ് തമ്മിലുള്ള ഡിഫറൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. ഓക്കെ.